ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെയ്ത ഒരു മാവ് ബഡ് ചെയ്തതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ യൂട്യൂബിലൊക്കെ മാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതും ബഡ് ചെയ്യുന്നതുമൊക്കെ ധാരാളം വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പ്രാവർത്തികമാക്കുമോ പറ്റുമോ എന്നറിയാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമായിരുന്നു ഇത്. ഇതിന് വേണ്ടുന്ന വലിയ ഉപകരണങ്ങളും മറ്റുമൊന്നും നമ്മുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ആകെ നമ്മുടെ കൈവശമുള്ളത് ഒരു ബ്ലേഡ് മാത്രമാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മളെന്തായാലും ഇത് ചെയ്തിരുന്നു. ഒരു 28 ദിവസത്തോളമായിട്ടുണ്ട്. ഇതൊരാഴ്ച മുമ്പ് ഞാനൊന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പം ചെറുതായിട്ട് മുകളമൊക്കെ വരാൻ തുടങ്ങിയതായിട്ടേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിവെച്ചു. ഇങ്ങനെ പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു കവർ വെച്ചിട്ട്, വലിയ കവർ വെച്ചിട്ട് വീണ്ടും അതിൻ്റെ സയോൺ വീണ്ടും ഞാൻ കെട്ടിവെച്ചിരുന്നു. ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ തായ്ലാൻഡ് മാവാണ്. അതിനകത്ത് ചെറുതിലേ അത് പൂത്തിരുന്നു, പക്ഷേ പിന്നെ അത് കായ്ച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഒരു ശിഖരം ഞാൻ മുറിച്ച് കളഞ്ഞിട്ട് അതിനകത്ത് നാംഡോക്ക് മൈ ഇനത്തിൽപ്പെട്ട ഒരു കായ്ച്ച മാവിൻ്റെ ഒരു സയോണാണ് വെച്ച് ചേർത്തിട്ടുള്ളത്. ഈ നിന്ന തായ്ലൻഡ് മാവിന് ഏകദേശം ഒരു 5 വർഷത്തോളം പഴക്കമുണ്ട്, പക്ഷെ അത് പൂക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണി ചെയ്ത് നോക്കിയത്. 2 സയോൺ ഞാൻ വെച്ചിരുന്നു. അതിനകത്ത് ഒരെണ്ണം കിളിച്ചു, ഒരെണ്ണം ഉണങ്ങിപ്പോയിട്ടുണ്ട്. ആദ്യം ഒരു ശ്രമം ഞാൻ നടത്തിയിരുന്നു, പക്ഷെ അത് രണ്ടും പരാജയപ്പെട്ടു. മുകൾ ഭാഗത്ത് വെച്ചിട്ടാണ് സയോൺ ഞാൻ വെച്ചിരുന്നത്, പക്ഷെ അത് പരാജയപ്പെട്ടു. വീണ്ടും അതിന് അടിഭാഗത്ത് ഞാൻ വീണ്ടും ഒരു ശ്രമം നടത്തിയതിലാണ് ഇപ്പോൾ ഇങ്ങനെ ഈ മുളയൊക്കെ വന്ന് കണ്ടിട്ടുള്ളത്. 28-30 ദിവസത്തോളമായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ബഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം, നമുക്ക് ഏതൊരു കാര്യത്തിലും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് താല്പര്യവും കുറച്ച് ശ്രദ്ധയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കായ്ക്കാത്ത അല്ലെ പൂക്കാത്ത മാവുകളൊക്കെ നമുക്ക് മറ്റ് പൂത്ത മാവുകൾ വെച്ച് വളർത്തിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ബഡോ ഗ്രാഫ്റ്റോ ഒക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തിപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചാണ്. അപ്പോൾ അന്ന് സാനിറ്റൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അണുക്കളൊക്കെ ഒന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല മൂർച്ചയുള്ളൊരു കത്തി ഉപയോഗിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ വീട്ടിൽ സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ച ചെറിയ പ്ലാസ്റ്റിക് കവറും അതോടൊപ്പം തന്നെ ഉപയോഗിച്ചാണ് അത് കെട്ടിയിട്ടുള്ളത്. പിന്നെ പ്ലാസ്റ്റിക് കയർ വെച്ചത് നല്ലപോലെ മുറുക്കി കെട്ടി. ഇങ്ങനെയൊക്കെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് സക്സസ് ആയി. 2-3 പ്രാവശ്യം ശ്രമം നടത്തി, അതിന് ശേഷമാണ് ഇത് സക്സസ് ആയിട്ട്. ഏതായാലും ഈ മാവിൻ തൈയിൽ ഇനിയും 2-3 ശിഖരങ്ങൾ കൂടിയുണ്ട്. അതിൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു വെറൈറ്റി മാവിൻ തൈ മാവ് വെക്കാമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.